ഹലോ. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിച്ചത് എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കിയാലോ എന്നുള്ളത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മധുരം തന്നെ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുയിലിൻ്റെ സ്വന്തം പാൽപ്പൊടിയും അതേപോലെ നെയ്യ് വിരിക്കുന്നത് കണ്ടത്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി പാൽപ്പൊടി തന്നെ ഉണ്ടാക്കാം. അതേപോലെ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ വെള്ളം ചൂടായി വരുമ്പോൾ ഇട്ട് കൊടുത്തേക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഒരു 2-3 സ്പൂണോളം പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ജോയിൻ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നെയ്യും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഞാനൊരു 2 സ്പൂണോളം ഒരു 2 ചെറിയ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മൂന്നും കൂടി നന്നായിട്ട് കുഴഞ്ഞ് വരുമ്പോൾ ഈ ഒരു പരുവായിട്ട് വരും. നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഈ ചെറു ചൂടോടെ തന്നെ നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറു ചൂടോടെ തന്നെ മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതി നല്ലതുപോലെ ഇങ്ങനെ കുഴച്ച് പരത്തി എടുത്തേക്കാം. എന്നിട്ട് ഞാൻ ആലോചിക്കുകയാണ് ഇതിന് ഏത് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നെയ്യുടെ അടപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. നെയ്യുടെ പാട്ടയുടെ അടപ്പിനകത്തോട്ട് ഞാൻ കുറച്ച് പാൽപ്പേട വെച്ചിട്ട് നല്ല ഷേപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊരു 10